നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒഡീഷ എഫ് സിയുടെ ഇന്ത്യൻ താരമായ സാഹിൽ പൻവാറിനെ ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്ത വിവരമാണ് ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പായിരുന്നു മുംബൈ സിറ്റി എഫ് സി ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കൊല്ലത്തെ കരാറിലാണ് ഇപ്പോൾ സാഹിൽ പൻവാറിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ISLലെ പ്രമുഖ ടീമായ മുംബൈ സിറ്റി എഫ് സി. എന്തായാലും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചോളം ഇന്ന് വമ്പൻ സന്തോഷ വാർത്തയുള്ള ദിവസം തന്നെയാണ്. കോപ്പ അമേരിക്കയിൽ അർജൻറ്റീന ഇന്ന് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ലയണൽ മെസ്സി പരിക്ക് പറ്റി പുറത്തുപോയി വിഷമിച്ചിരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അവസാന മിനിറ്റിൽ അർജൻറ്റീനയ്ക്ക് വേണ്ടി ഒരു ഗോൾ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അർജൻറ്റീനിയൻ ഫാൻസ് ആണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എന്തായാലും ലയണൽ മെസ്സിയുടെ സന്തോഷം അതിനുശേഷം നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ള ഒരു വമ്പൻ വിദേശ സൈനിങ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ISLലെ പ്രമുഖ ക്ലബ്ബായ പഞ്ചാബ് എഫ് സിയാണ് ഒരു സ്പാനിഷ് താരത്തിനെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു സ്പാനിഷ് മിഡ്ഫീൽഡറിനാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പഞ്ചാബ് എഫ് സി സ്വന്തമാക്കിയിരിക്കുന്നത്. ഫിലിപ്പ് മിസ്റ്റെക് എന്ന് പറയുന്ന താരവുമായിട്ടാണ് ഇപ്പോൾ കോൺട്രാക്റ്റ് പഞ്ചാബ് എഫ് സി നടത്തിയിരിക്കുന്ന വിവരം അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റാണ്. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അർമാൻഡോ സാദിക്കാണ് ഡിമിട്രിയോസ് ഡമൻഡക്കോസിൻ്റെ പകരക്കാരനായി വരാൻ പോകുന്നുവെന്ന്. എന്നാൽ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അർമാൻഡോ സാദിക്കല്ല എന്ന് തന്നെയാണ്. മറ്റൊരു ISLൽ കളിച്ച് പരിചയമുള്ള ഒരു താരവുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലെന്ന് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ അർമാൻഡോ സാദിക് എന്ന് പറഞ്ഞ് കുറേ സോഷ്യൽ മീഡിയ പേജുകളിൽ ന്യൂസ് വരുന്നുണ്ട്. ഏതായാലും ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുന്നത് നോക്കി തന്നെ ഇരിക്കാം.